നമസ്കാരം. ആരംഭിക്കുന്നു 2-1-3 ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ക്ലൈമാക്സിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി 3 പകൽ ദിനങ്ങൾ മാത്രമേ പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നുള്ളൂ. പാലക്കാടിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ ക്ലൈമാക്സിലേക്കും എത്തുകയാണ്. വിവാദങ്ങൾക്കും ഒട്ടും കുറവല്ല. ദേശീയ തലത്തിൽ നമുക്ക് സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. വിശദമായി തന്നെ പരിശോധിക്കാം. 2-1-3 ആരംഭിക്കുന്നു. സ്വാഗതം. നേരെ നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചൂട് അനുഭവപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, ഇരട്ട വോട്ട് വിവാദമാണ് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സങ്കീർണമാക്കുന്നത്. പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇരട്ട വോട്ട് പാലക്കാട് പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. BJPയെയും UDFനെയും ലക്ഷ്യം വെച്ച് CPIM ഉന്നയിച്ച ആരോപണങ്ങൾ കത്തിപ്പടരുകയാണ്. 2700-ലധികം വോട്ട് വ്യാജമായി ചേർത്തു എന്നതാണ് ഇടതുമുന്നണി ഉന്നയിക്കുന്ന ആരോപണം. എല്ലാ കോണുകളിൽ നിന്നും ആരോപണം വന്നതോടെയാണ് അന്വേഷണത്തിന് ജില്ലാ കളക്ടറും നിർബന്ധിതനായത്. ഇരട്ട വോട്ടുള്ള വോട്ടർ പട്ടിക വച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനഹിതത്തിന് എതിരാണെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 18-ാം തീയതി പ്രക്ഷോഭം നടത്തുമെന്നുമാണ് CPIM നടത്തുന്ന മുന്നറിയിപ്പ്. AK ബാലനാണ് രാവിലെ ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലല്ലാത്ത വോട്ടർമാരെ BJP MPയെ ലോക്സഭയിലേക്ക് എത്തിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം വടകരയിലും നടത്തി. വടകരയിൽ ഷാഫിയാണ് നടത്തിയത്. ഏതാണ്ട് ഒരു 20,000-ഓളം വോട്ടർമാർ, ആദ്യം ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല, 20,000-ഓളം വോട്ടർമാർ മാനിപ്പുലേഷൻ നടത്തി ഈ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇത് ജനഹിതത്തിനെതിരായിട്ടുള്ള, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഗൗരവമായ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം. ഞങ്ങളെന്തായാലും 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ജില്ലാ കളക്ടറുടെ, റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തും ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുക എന്നല്ലാതെ വേറെ വഴി. ഒരു കാര്യം വ്യക്തമാണ്, ഇടതുമുന്നണി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം അത് വളരെ പ്രകടമാണ്. 18-ാം തീയതി എന്ന് പറയുന്നത് പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്, അതായത് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം. അന്ന് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമെന്നതാണ് CPM നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനകം ജില്ലാ കളക്ടർമാരുടെ യോഗം അടിയന്തരമായി തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ അടിയന്തരമായി BLOമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ നീക്കങ്ങൾ കൊണ്ടൊന്നും പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ സാഹചര്യം ഒരുങ്ങുന്നില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടിൽ അവസാനമുയരുന്ന വിവാദം ഇരട്ട വോട്ട് തന്നെയാണ്. ഇരട്ട വോട്ട് കത്തിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. BB അരുണുണ്ട് നമുക്കൊപ്പം പാലക്കാട് നിന്നും. അരുൺ, CPMന്റെ രാഷ്ട്രീയ നീക്കം പ്രകടമാണ്, വ്യക്തമാണ്. കാരണം AK ബാലനും ഇന്ന് ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇരട്ട വോട്ട് ഞങ്ങൾ ശക്തമായി ഉന്നയിക്കും. കളക്ടർക്കെതിരെ, അതായത് റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ ശക്തമായ നീക്കം നടത്തുമെന്ന പ്രഖ്യാപനം ഇങ്ങനെ CPM നടത്തുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട നീക്കം എന്താണ്? നാളെയും നാളെ കഴിഞ്ഞും അടുത്ത ദിവസവും ഈ 3 പകൽ ദിനങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ഇരട്ട വോട്ട് തന്നെയായിരിക്കുമോ ആയുധം? ഇരട്ട വോട്ട് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം മാറുമെന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് പുറത്തു വരുന്നത്. കാരണം ഇന്ന് രാവിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ AK ബാലൻ, കേന്ദ്ര കമ്മിറ്റിയൊക്കെ നമ്മോട് പറയുന്നു, വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് CPM നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ ഭരണാധികാരിയുടെ ഭാഗത്ത്, ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് 18-ാം തീയതി നീങ്ങും. ഏറ്റവും ശ്രദ്ധിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും മറ്റന്നാളും പാലക്കാടുള്ള ദിവസമാണ്. 6 പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം ഒരുപക്ഷെ ഈ വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചാകും അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടിയും. 2700-ഓളം വോട്ടുകൾ ഇരട്ട വോട്ട് ചേർത്തിട്ടുണ്ട്. അത് വ്യാജ വോട്ട്, കള്ള വോട്ടെന്നാണ് CPM ആരോപിക്കുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ്റെ പേരിലും അതുപോലെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ്റെ പേരിലുമൊക്കെ ഇതേ ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വളരെ വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർത്തു എന്ന് CPM പറയുന്നു. അതിനെയൊക്കെ
കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പ്രതിരോധിക്കുന്നത് പി സരിൻ്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് ചൂണ്ടിക്കാട്ടിയാണ്. 3 മാസം മുമ്പാണ് സരിൻ ഇവിടെ വോട്ട് ചേർന്നത്. അതെങ്ങനെ ലീഗലാകും, നിയമാനുസൃത വോട്ടാകുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചത്. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് സരിൻ തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. സരിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും ഉണ്ടായിരുന്നു. തങ്ങൾ 6 വർഷം മുമ്പ് വാങ്ങിയ വീടാണ്, അവിടെ തങ്ങൾ സ്ഥിര താമസക്കാരാണ്. ഒറ്റപ്പാലത്തായിരുന്നു നേരത്തെ വോട്ട്, പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വോട്ട് ചേർക്കണമെന്ന് തോന്നിയാൽ തങ്ങളുടെ സ്വന്തം വീട്ടഡ്രസ്സിൽ വോട്ട് ചേർക്കാൻ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുന്ന, തുടർച്ചയായി വന്നുപോകുന്ന ഈ സ്ഥലത്ത് വോട്ട് ചേർക്കാൻ എന്താണ് തെറ്റ്, അതിലെന്താണ് അനൗചിത്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സൗമ്യ സരിൻ മറുപടി പറഞ്ഞത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് തങ്ങളെ അധിക്ഷേപിച്ചു. കള്ളനെന്നും പെരുങ്കള്ളനെന്നും കള്ളിയെന്നും പറഞ്ഞു, വ്യാജയെന്നും പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന പരാമർശങ്ങളും സരിൻ്റെയും ഡോക്ടർ സൗമ്യ സരിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെതിരെ ആ നിലപാട് അവർ എടുക്കുന്നു. BJPയും ഒരു വശത്ത് ഈ വ്യാജ വോട്ട് ചേർത്ത് CPM ആരോപിക്കുന്ന ഭാഗത്തുള്ളതാണ്. അവരും പ്രതിരോധിക്കുന്നത് തങ്ങളുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ കളക്ടർ ഒഴിവാക്കിയത്. RSSൻ്റെ ജില്ലാ കാര്യാലയമായ സമന്വയയിൽ 26 പേരുടെ വോട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്ന് CPM ചോദിക്കുന്നു. BJP ജില്ലാ അധ്യക്ഷൻ്റെ വോട്ട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പേരിലാണ്. അവിടെ അദ്ദേഹം താമസക്കാരെന്ന് പറഞ്ഞാണ് അവിടെ വോട്ട് ചേർത്തിരിക്കുന്നത്. അതെല്ലാം തീർച്ചും വ്യാജമെന്ന നിലപാട് CPM എടുക്കുമ്പോൾ അതിനെ തള്ളിക്കളയുകയാണ് BJPയും കോൺഗ്രസും ഒക്കെ. CPM എന്തുകൊണ്ട് വോട്ട് ചേർക്കാൻ കഴിയാതെ പോയി? അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് CPM വോട്ട് ചേർക്കാൻ കഴിയാതെ പോയത്. തങ്ങൾ കൃത്യമായി വോട്ട് ചേർത്തു, അതിലെന്ത് തെറ്റ് എന്ന ചോദ്യമാണ് BJPയും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. അതാണ് അരുൺ, എന്തായാലും അതാണ് പാലക്കാടിന്റെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന ഒരു കാര്യം വ്യക്തമാണ്. അവശേഷിക്കുന്ന 3 ദിവസവും ഇരട്ട വോട്ടിൽ CPMന്റെ നീക്കത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറുപടി പറയേണ്ടി വരും. അത്തരം കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് പാലക്കാട് നിന്നും പ്രതീക്ഷിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ദേശീയ രാഷ്ട്രീയം വിശദമായി പരിശോധിക്കാം. മുൻപ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. പോകാം ആ കാഴ്ചകളിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്രവർഗ പോരാളിയുമായ ബിർസ മുണ്ടയുടെ 150ാം ജയന്തി ആഘോഷമാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ജാർഖണ്ഡിൽ ബിർസ മുണ്ട വോട്ടിനെ നിയന്ത്രിക്കുന്ന ഘടകം കൂടിയായതിനാൽ അവകാശവാദം ഉന്നയിച്ചും ആശംസകൾ അറിയിച്ചും സജീവമായി തന്നെ നേതാക്കളെല്ലാം രംഗത്തുണ്ട്. ഗോത്രവിഭാഗ വോട്ടുകൾ നിർണായകമായ ജാർഖണ്ഡിൽ ബിർസ മുണ്ട വോട്ടിനെ സ്വാധീനിക്കുന്ന വൈകാരിക ഘടകമാണ്. ബിർസ മുണ്ടയുടെ പിൻഗാമിത്വം ആർക്കാണ്, ആരാണ് ബിർസ മുണ്ടയുടെ ആശയങ്ങൾ പിന്തുടരുന്നത് തുടങ്ങി BJPയും JMMും തമ്മിൽ തർക്കങ്ങളും അവകാശവാദങ്ങളും നിരവധിയാണ്. ഇക്കുറി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ജയന്തി ആഘോഷത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തു. ബിർസ മുണ്ട ജയന്തി ദിവസം ജൻജാതീയ ഗൗരവ ദിവസമായി പ്രഖ്യാപിച്ചത് മോദി സർക്കാരാണെന്ന് BJP ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് തള്ളിക്കളഞ്ഞ ഗോത്രവിഭാഗ നേതാക്കളെ ബഹുമാനിക്കുന്നത് BJP സർക്കാരുകളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റാഞ്ചിയിൽ ബിർസ മുണ്ട മ്യൂസിയം സ്ഥാപിച്ചത് BJP സർക്കാരാണെന്നും മോദി. आज भगवान बिरसा मुंडा की जन्म जयंती है, राष्ट्रीय जनजातीय गौरव दिवस है। मैं सभी देशवासियों को और खास तौर पर अपने आदिवासी भाई बहनों को जनजातीय गौरव दिवस की बधाई देता हूं। भगवान बिरसा मुंडा, भगवान बिरसा मुंडा। ബീഹാറിലെ ജാമോയിൽ ജയന്തിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ 6640 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്.
ബിർസ മുണ്ട അനുസ്മരണ നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. जैसा कि स्क्रीन पर आप देख रहे हैं, इसके एक तरफ मध्य में अशोक स्तंभ का सिंह स्तंभ शीर्ष है, जिसके नीचे सत्यमेव जयते लिखा हुआ है, और दूसरी तरफ भगवान बिरसा मुंडा का चित्र अंकित है। तो एक बार आपकी करतल ध्वनि के साथ आइए इस स्मारक सिक्के के विमोचन को अपनी शुभकामनाएं आप जरूर दें। ബിർസ മുണ്ടയുടെ ആശയങ്ങൾ പിന്തുടരുന്നത് JMM ആണെന്നും BJPക്ക് ബിർസ മുണ്ട വോട്ടുപിടിക്കാനുള്ള ഒരു പേര് മാത്രമാണെന്നുമാണ് JMMന്റെ മറുപടി. ജയന്തിയുടെ ഭാഗമായി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാവിലെ ബിർസ മുണ്ട പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ധീരന്മാരുടെ നാടാണ് ജാർഖണ്ഡ് എന്നും എല്ലാവർക്കും ജയന്തി ആശംസകൾ അറിയിക്കുന്നതായും ഹേമന്ത് സോറൻ. ഗോത്രവിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗത്തിന്റെ ആരാധനാമൂർത്തി കൂടിയായ പോരാളി ബിർസ മുണ്ടയുടെ പേരിൽ നടക്കുന്ന പോര് ആരെ തുണയ്ക്കുമെന്നറിയാൻ നവംബർ 23-ന് വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഝാർഖണ്ഡിൽ മറ്റ് ചില തെരഞ്ഞെടുപ്പ് വിഷയം കൂടി നിർണായകമാണ്. ഝാർഖണ്ഡിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും ആദിവാസി ഭൂമി കയ്യേറ്റവും ആവർത്തിക്കുകയാണ് BJP. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ JMMനുള്ള ശക്തി ചോർത്തുകയാണ് അവരുടെ ലക്ഷ്യം. അതിർത്തി സംരക്ഷണത്തിലെ കേന്ദ്ര സർക്കാർ വീഴ്ച സംസ്ഥാന സർക്കാരിനുമേൽ കെട്ടിവെക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന മറുപടിയാണ് JMM നൽകുന്നത്. ഝാർഖണ്ഡിൽ പ്രചാരണത്തിന് എത്തുന്ന BJP ദേശീയ നേതാക്കളെല്ലാം ആവർത്തിച്ചുന്നയിക്കുന്നത് ഒറ്റ വിഷയമാണ്: സംസ്ഥാനത്തേക്കുള്ള ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം. JMM സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിക്കുകയാണെന്നും ആരോപണം ഉയർത്തുന്നു. അടിസ്ഥാന തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവർ എന്ന നിലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ BJPയെ തുണയ്ക്കുന്ന ഘടകമാണ്. നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുമെന്നും ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം അവസാനിപ്പിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. एक एक को चुन चुनकर झारखंड से वापिस भेजने का काम भारतीय जनता पार्टी करेगी. हम एक ऐसा कानून लेकर आएंगे जो कानून भेद से आदिवासियों की जमीन हड़पे है, वो जमीन वापिस देनी पड़ेगी. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഗ്യാസ് കണക്ഷൻ നൽകുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. कांग्रेस के मीर साहब ने यहां पर जो कहा है वो राहुल गांधी जी की भाषा है कि बांग्लादेशी घुसपैठियों को भी ये गैस का सिलेंडर देने की बात करते हैं. इसका मतलब संरक्षण कांग्रेस ने और झारखंड मुक्ति मोर्चा ने घुसपैठियों को दिया है. जमीन और जंगल लूटने के अधिकार दिए हैं. जमीन और जनसंख्या का संतुलन बिगाड़ने का पूरा संरक्षण दिया है. और झारखंड अब इसके लिए तैयार नहीं है. झारखंड कांग्रेस, RJD और JMM की जमीन उखाड़ने के लिए तैयार है और कमल का फूल खिला. നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് ഝാർഖണ്ഡ് അപകടത്തിലായെന്നും ജനങ്ങൾക്ക് മാത്രമേ രക്ഷിക്കാനാവൂ എന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. गुलाम अहमद मीर कह रहा है हम घुसपैठियों को 450 रुपया में गैस का सिलेंडर देंगे. घुसपैठिए मतलब जो बांग्लादेश से अपने देश में आ रहे हैं, ये सरकार लाता. JMM कांग्रेस वाले इनके घुसाते हैं, इनके पक्के कागज बनाते हैं, इनका वोटर लिस्ट पर नाम लिखवाते हैं, इनका आधार कार्ड बनवाते हैं, इनका राशन कार्ड बनवाते हैं. लाखों घुसपैठिए हमारी धरती पर घुस आए हैं. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അതിർത്തി സംരക്ഷണ ചുമതലയുള്ള കേന്ദ്ര സർക്കാരിനാണെന്ന മറുപടിയാണ് JMM നൽകുന്നത്. അതിർത്തി കാവലിലെ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും JMM കുറ്റപ്പെടുത്തുന്നു. നുഴഞ്ഞുകയറ്റ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് ഗോത്രവിഭാഗ വോട്ടുകളെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ വോട്ടെണ്ണൽ ദിവസമായ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഝാർഖണ്ഡിലെ കോൺഗ്രസിന്റെ നീക്കം കൂടി പ്രസക്തമാണ്. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ
ജനങ്ങളെ വിഭജിക്കാനാണ് BJP മുന്നണി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ജാർഖണ്ഡിൽ ബംഗ്ലാദേശി കുടിയേറ്റത്തെക്കുറിച്ചുള്ള BJPയുടെ ആവർത്തിച്ചുള്ള ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. Congress president always, even though he talked about his personal experience years ago, he is not bending upon that. ജാർഖണ്ഡിൽ പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിന് പറക്കാനുള്ള അനുമതി വൈകിയ സംഭവം വലിയ വിവാദമാവുകയാണ്. പ്രധാനമന്ത്രിക്ക് വഴിയൊരുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ വഴി തടസ്സപ്പെടുത്തിയത് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തു വന്നു. വിമാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ യാത്രയും തടസ്സപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ ഗോഡയിലെത്തിയപ്പോഴാണ് സംഭവം. ഹെലികോപ്റ്റർ പറത്തുന്നതിന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അനുമതി ലഭിക്കാൻ വൈകി. തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് 45 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുൻപ് സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രധാനമന്ത്രി ദിയോഗഡിലുള്ളതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ആ പ്രദേശം കടക്കാൻ അനുവാദം ലഭിക്കാതിരുന്നതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും MLAയുമായ ദീപിക പാണ്ഡെ സിംഗ് ആരോപിച്ചു. 1.5 घंटे से राहुल जी के हेलीकॉप्टर को परमिशन नहीं दिया जा रहा है. राहुल जी देश के सिर्फ जननायक नहीं है, ही इज ऑल्सो फ्रॉम द फैमिली जहाँ के 2 लोगों ने शहादत दी है. और राहुल जी की सुरक्षा के साथ ये खिलवाड़ जो किया जा रहा है, प्रधानमंत्री जी कहीं बैठे हुए हैं, वो उड़ भी नहीं रहे, उसके बावजूद यहाँ से परमिशन नहीं देना, ये तानाशाही के अलावा कुछ नहीं है. പ്രോട്ടോകോൾ ഉണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ 70 വർഷം രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. ഇത്തരം ഒരു സംഭവം മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവിനും ഉണ്ടായിട്ടില്ല. ഇത് അംഗീകരിക്കാനാകില്ലെന്നും മഹാഗാമ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ദീപിക പാണ്ഡെ സിംഗ് വ്യക്തമാക്കി. ദിയോഗഡ് വിമാനത്താവളത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വിമാനത്തിന് എയർപോർട്ടിൽ തുടരേണ്ടി വന്നു. സായ് ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഡൽഹിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്രയും അങ്ങനെ വൈകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ കാരണം പറഞ്ഞ് ഹെലികോപ്റ്ററുകൾ തടയുന്നതിനെതിരെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവം. ലത്തേഹാറിൽ പ്രചരണത്തിനായി പറക്കുമ്പോൾ തന്നെ തടഞ്ഞുവെന്നും ജനങ്ങളിലേക്കെത്താനുള്ള തന്റെയും പാർട്ടിയുടെയും ശ്രമങ്ങളെ BJPയും സഖ്യകക്ഷികളും തടസ്സപ്പെടുത്തിയെന്നും കൽപ്പന സൊറണും ആരോപിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. രാഷ്ട്രീയത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ അതിങ്ങനെ ഒന്നൊഴിയാതെ വരികയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായി BJP നേതാവ് അമർകുമാർ ബൗരി. രാഹുൽ ഗാന്ധിയെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്നാണ് ബൗരി വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് എത്തുന്ന സ്ഥലത്തെല്ലാം താമര വിരിയുമെന്നും ബൗരി പരിഹസിച്ചു. മഹായുതി വിജയിച്ചാൽ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കില്ലെന്ന പ്രചരണവുമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മഹാരാഷ്ട്രയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ശിവസേന ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ പ്രചരണം ശക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നാണ് BJP ഇതിന് നൽകിയ മറുപടി. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും BJP കുറി ഏക്നാഥ് ഷിൻഡെ തഴയും എന്ന പ്രചാരണമാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നടത്തുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുമെന്ന് സൂചന നൽകുന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗവും ചൂണ്ടിക്കാണിക്കുന്നു. നവംബർ 23 കഴിഞ്ഞാൽ മഹായുതി ഉണ്ടാവില്ലെന്നും BJP ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആക്കില്ലെന്നും ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചു. 23 तारीख के बाद महायुति नहीं रहेगी, क्योंकि मुख्यमंत्री ही नहीं रहेगा. एकनाथ शिंदे को ये किसी भी हालत में मुख्यमंत्री नहीं बना रहे हैं. सबसे पहले उनको बहुमत नहीं मिलेगा. लीडर ऑफ अपोजिशन भी शिंदे को नहीं बनाएंगे. सरकार हमारी बन रही है. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കുമെന്ന പ്രചാരണം തള്ളാതെയാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം. എല്ലാ പാർട്ടികളും ചേർന്നും BJP ദേശീയ നേതൃത്വവും തീരുമാനിക്കുമെന്നായിരുന്നു ഫട്നാവിസിന്റെ മറുപടി. न मैं मुख्यमंत्री की रेस में हूं, न मैं अध्यक्ष की रेस में हूं. ऐसी कोई रेस ही नहीं है. मैं ऐसे किसी रेस में नहीं हूं. भारतीय जनता पार्टी मेरा घर है. जीना यहाँ, मरना यहाँ, इसके सिवा जाना कहा. और देवेंद्र फडणवीस एक ऐसा नट है जो कहीं भी फिट होता है. पार्टी जहां फिट कर दे ये नट फिट हो जाएगा. മഹായുതി ജയിച്ചാൽ സ്വാഭാവികമായും പകുതിയിലേറെ സീറ്റിൽ മത്സരിക്കുന്ന BJP ആകും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് കൂടുതൽ സാധ്യത. കഴിഞ്ഞ തവണ ശിവസേനയെ പിളർത്താനായി വിട്ടു നൽകിയ മുഖ്യമന്ത്രി സ്ഥാനം
ഇക്കുറി ഷിൻഡെയ്ക്ക് നൽകേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി. ഷിൻഡെ BJP തഴയുമെന്ന പ്രചാരണം ശക്തമാക്കി ശിവസേന ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി വോട്ടുറപ്പിക്കുകയാണ് ഉദ്ധവ് വിഭാഗത്തിന്റെ ലക്ഷ്യം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. എന്നാൽ BJP ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. കോൺഗ്രസിനും ശിവസേനയ്ക്കും NCPക്കും ഏതെങ്കിലും വിഷയത്തിൽ പൊതു അഭിപ്രായമുണ്ടോ എന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മഹായുതി സഖ്യത്തിൽ പൂർണ്ണ ഐക്യമുണ്ടെന്നും ഗഡ്കരി ന്യൂസ് 18നോട് പറഞ്ഞു. और इसलिए इसके बाद में भी जो बड़ा महाराष्ट्र के भविष्य का और विकास का कार्यक्रम है उसमें हमारे में यूनानिमिटी है, एकवाक्यता है और इसके आधार पर हम निश्चित रूप से ये चुनाव जीतेंगे ऐसा मुझे विश्वास है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ എത്തിയതിനേക്കാൾ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ എത്തിയെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. മഹായുതിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാണെന്നും മഹാവികാസ് അഘാഡി ഐക്യത്തോടെയാണ് നീങ്ങുന്നതെന്നും ചെന്നിത്തല പറയുന്നു. बॉम्बे का प्रधानमंत्री की सभा था, उसमें लोग कम थे और नांदेड़ और नंदुरबार में राहुल जी का सभा में हजारों की तादाद में लोग आए थे. तो मोदी जी के ऊपर लोगों को विश्वास घटते जा रहे हैं, लोग उसको विश्वास नहीं कर. ശിവസേന ഉദ്ധവ് വിഭാഗത്തിനായി മഹായുതിയുടെ വാതിൽ തുറന്നിട്ടില്ലെന്ന് ദേവേന്ദ്ര ഫട്നാവിസ്. 2019 രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന പാഠം പഠിച്ചു. ഇനി ഉദ്ധവിനെ ആവശ്യമില്ലെന്നും ജനങ്ങൾ മഹായുതിക്ക് വലിയ ഭൂരിപക്ഷം നൽകുമെന്നും ഫട്നാവിസ് പറയുന്നു. യോഗി ആദിത്യനാഥ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ലെന്നും രാജ്യം വിവിധ ജാതികളിലായി ഭിന്നിച്ചു നിന്നപ്പോഴെല്ലാം അപകടങ്ങളിലായിരുന്നു എന്നും ഫട്നാവിസ് പറയുന്നു. मैं तो योगी जी के नारे में कोई गलत बात नहीं देखता. इस देश का इतिहास देखिए, जब जब ये देश जातियों में बटा, प्रांतों में बटा, समुदायों में बटा, तब तक ये देश गुलाम हुआ. देश भी कटा और व्यक्ति भी कटे. इसलिए बटेंगे तो कटेंगे, ये इस देश का इतिहास रहा है. और मैं समझ नहीं पाता हूं कि अगर कोई ये कहता है कि बांटिए मत और बटिए मत, तो इस पे ऑब्जेक्शन लेने की क्या बात है. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും സമ്പന്നനായ സ്ഥാനാർത്ഥി പരാഗ് ഷായാണ്. 3382 കോടി രൂപയാണ് BJPയുടെ ഘാട്ട്കോപ്പർ ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയുടെ ആസ്തി. BJPയുടെ മലബാർ ഹില്ലിലെ സ്ഥാനാർത്ഥി മംഗൾ പ്രഭാത് ലോധയാണ് പട്ടികയിൽ രണ്ടാമൻ. ഇനി നോക്കാം ഇന്നത്തെ പഞ്ച് ഡയലോഗ്. സരിൻ ഊതിക്കാച്ചിയ പൊന്നെന്നാണ് EP ജയരാജന്റെ വാക്കുകൾ. പാലക്കാട്ട് പോയി പറഞ്ഞത് എന്താണെന്ന് വോട്ടർമാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് MV ഗോവിന്ദൻ. പാലക്കാട് LDF വൻ വിജയം നേടും. പാർട്ടി നിർബന്ധിച്ചിട്ടാണോ EP പാലക്കാട് പോയതെന്ന ചോദ്യത്തിന് EP എന്താണ്, കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ചു കൊണ്ടുപോകാൻ എന്നായിരുന്നു MV ഗോവിന്ദൻ നൽകിയ മറുപടി. ആ ജയരാജാണ് പോയി പ്രസംഗിച്ചല്ലോ, കൃത്യമായിട്ട് സരിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് എന്നാണ് പറഞ്ഞത് സരിനെ പറ്റി. ഒരു ഡ്രോ ഒന്നുമില്ല, ഒരു ഡ്രോ ബാക്കുമില്ല. ഞാനും തന്നെയായിരുന്നു ആ പറഞ്ഞത്. അവിടെ സരിന് ഒരു ദിവസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവൊന്നും ആവില്ല. കാരണം 8 കൊല്ലക്കാലം കോൺഗ്രസ് ആയിരുന്നു, വലതുപക്ഷത്തിന്റെ വക്താവായിരുന്നു. ആ വക്താവ് ശരിയായ ദിശാബോധത്തോടുകൂടി ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വന്നാൽ സരിൻ അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തായിട്ട് മാറും എന്ന് തന്നെയാണ് അതിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ ജയരാജൻ പറഞ്ഞത്. അതിനെ റോവാക്കാവുന്നത് എങ്ങനെയാണ്? കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് മന്ത്രി MB രാജേഷ്. ഇത് കേരളം പൊറുക്കില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നു. ഇതിൽ തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട്. അവർ അത് നൽകുമെന്നും MB രാജേഷ് പറയുന്നു. വയനാടിനുള്ള സഹായം നിഷേധിച്ചതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെയും വയനാടിനെയും പിന്നിൽ നിന്ന് മാരകമായി കുത്തിയിരിക്കുകയാണ്. ഈ പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല. അതിനുള്ള തിരിച്ചടി പാലക്കാട്ടെ വോട്ടർമാർ BJPക്ക് നൽകുക തന്നെ ചെയ്യും. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തോടുള്ള ഈ പ്രതികാര നടപടി.
തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. പാലക്കാട് രാഷ്ട്രീയ ചൂടും ഏറുകയാണ്. നമുക്ക് വിശദമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ നാളെയും കാണാം. എന്തായാലും ഇനി പ്രൈം ഡിബേറ്റാണ്. മഞ്ജുഷ് ഗോപാൽ ചേരും. ജനാധിപത്യ